ഹായ്, സുഖല്ലേ? അക്കാര വടിസൽ കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇഷ്ടമാണോ നിങ്ങൾക്ക് എന്നൊക്കെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. വായിലിട്ട് അല്ലെങ്കിൽ അലിഞ്ഞു പോകണ മധുരമാണ് കേട്ടോ. വളരെ കുറച്ച് സമയം മതി, കുറച്ച് സാധനങ്ങളും വരും. നോക്കാം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ശർക്കര നമുക്കിതുപോലെ അല്ലെങ്കിൽ ചീവി എടുക്കണം, അല്ലെങ്കിൽ പൊട്ടിച്ചെടുക്കണം. എന്നിട്ട് ഇതിനെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അലിയിച്ചെടുക്കണം. പാവ് കാച്ചരുത് കേട്ടോ, അലിയിച്ചാൽ മതി. അപ്പോൾ ഞാൻ 1 കപ്പ് വെല്ലം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതതുപോലെ അലിയിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് അവിടെ ഇരുന്ന് ചൂടാറട്ടെ. നമുക്കിനി വേണ്ടത് ഒരു ഗ്ലാസ്, ഏത് ഗ്ലാസ്സാണോ അതിൽ 1 കപ്പ് പച്ചരി, ഊണ് കഴിക്കണം നല്ല പച്ചരി. എന്നിട്ട് പിന്നെ വേണ്ടത് അതിൻ്റെ പകുതി ചെറുപരിപ്പ് കേട്ടോ, ചെറുപയറിൻ്റെ പരിപ്പ്. അപ്പോൾ നമ്മുടെ ശർക്കര ഇപ്പോൾ ചൂടൊക്കെ ആറിയിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ, അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ ചെറുപരിപ്പില്ലേ നമ്മളുടെ, ഇതാദ്യം ഒന്ന് വറുത്തെടുക്കണം. കരിയാതെ ചുമക്ക നല്ല മണ്ണുള്ള പോലെ വറുത്തെടുക്കണം. അപ്പോൾ ഇത് പൊങ്കൽ പോലെയൊക്കെ നമ്മുടെ ചെറുപയർ പായസം പോലെയൊക്കെ തോന്നും. ഒട്ടുമല്ല, ഇത് നമ്മുടെ വായിലിങ്ങനെ വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ അലിഞ്ഞു പോകുന്നൊരു ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നിങ്ങൾ എന്തായാലും ഇതുണ്ടാക്കും. അപ്പോൾ നോക്കൂ, ഇതാ വറുത്ത ചെറുപരിപ്പ് ഞാൻ മാറ്റി വെച്ചു. ഇനി നമ്മുടെ അരിയും കൂടെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചുമക്ക വറുക്കരുത്, ഒന്ന് നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് വന്നാൽ മതി. അപ്പോൾ നമ്മുടെ അരിയും ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടെ നന്നായിട്ട് കഴുകാം. നന്നായിട്ട് കഴുകിക്കോളൂ കേട്ടോ. നന്നായി കഴുകുന്നതോടെ നമ്മുടെ ഈ കരവടിസലിന് നല്ല കളറ് കിട്ടും, നല്ല ഭംഗിയുള്ള കളറ്. അപ്പോൾ നല്ല വൃത്തിയായി കഴുകിക്കോളൂ, 5-6 പ്രാവശ്യം. അപ്പോൾ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ല ചുവട്ട് കട്ടിയുള്ള പാത്രത്തിൽ ഉരുളിയോ ചീഞ്ചട്ടിയോ എന്തായാലും അതിലേക്ക് ഒരു വലിയ സ്പൂൺ നെയ്യിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി അതിലേക്ക് നമ്മളുടെ ഈ കഴുകി വെച്ച അരിയും പരിപ്പും ഇട്ടിട്ട് ഒന്ന് 2 മിനിറ്റ് ഒന്ന് വഴറ്റിട്ടോ, ഒന്ന് വറുത്തു. ഇനി നമുക്കതിലേക്ക് പാൽ ഒഴിക്കണം. അപ്പോൾ ഇതിലേക്ക് പാൽ ഞാൻ 1 ലിറ്റർ പാലാണ് കേട്ടോ എടുക്കുന്നത്. ഈ 1 ലിറ്റർ പാൽ ഒന്നിച്ചൊഴിച്ച് വേവിക്കരുത്. ഇത് 4 പ്രാവശ്യമായിട്ടോ 5 പ്രാവശ്യമായിട്ടോ കുറച്ച് ഒഴിച്ചിട്ടാണ് വേവിക്കുന്നത്. ഞാൻ ആദ്യത്തെ 1 കപ്പ് ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ 2ാമത്തെ കപ്പാണ് കേട്ടോ ഒഴിക്കുന്നത്. എന്നിട്ട് അടച്ച് വെച്ച് നമ്മൾ നല്ല സിമ്മിലാക്കി വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇതൊരു സ്ലോ കുക്കിംഗ് റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമ്മുടെ ചെറുപയർ പായസം പോലെ കുക്കറിലിട്ട് അടിച്ച് അങ്ങനെയൊന്നും ഉണ്ടാക്കരുത്. ഇതേ ഈ സ്ലോ മെത്തേഡിൽ തന്നെ ഉണ്ടാക്കിയാലാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാ ഞാൻ 3ാമത്തെ പാല് ഒഴിച്ചു കേട്ടോ. എന്നിട്ട് ഇതൊക്കെ 5-5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഞാൻ വേവിച്ചിരിക്കണത്. ഇപ്പോൾ ഇത് വേവിച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു 1/4 വേവായിട്ടുണ്ട് ഇത്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒന്നും കൂടി നന്നായിട്ട് വേവിക്കണം കേട്ടോളൂ. ഇനി നമുക്ക് ഇത് വെന്തിട്ട് ഈ പാലൊന്ന് വറ്റി വരട്ടെ. അപ്പോൾ നമുക്ക് ഇത് നോക്കൂ, ഇപ്പം ആ പാലിൽ കൂടി കുറച്ചും കൂടി വെന്തപ്പോൾ ഇത് കണ്ടോ, നല്ല കുഴമ്പ് പോലെയാവുണ്ട്, ആയിട്ടില്ല. ഇത് നല്ലോണം കുഴഞ്ഞ് വരണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ആവുക കേട്ടോ. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതുവരെയും ഇതിൽ ശർക്കരയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ, കഴിച്ചിട്ടുണ്ടോ പറയണം കേട്ടോ. ഇനി അത് ലാസ്റ്റ് കപ്പ് പാല് കൂടി ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ ഇരുന്നൊന്ന് വേവട്ടെ. ഇത് സ്ലോ കുക്കിംഗ് ആണ്, ഞാൻ വീണ്ടും പറയണം കേട്ടോ. ഇപ്പം നന്നായിട്ട് അരിയും പരിപ്പും ഉടഞ്ഞതിന് ശേഷമാണ് നമ്മളുടെ ശർക്കര വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് കുറുക്കി നല്ല ക്രീമി ടെക്സ്ചറിലേക്ക് വരണം. ഇനി ഇതിലേക്ക് 2 ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടുള്ളൂ, മറക്കില്ലല്ലോ. അപ്പോൾ ഇത് നമ്മുടെ ശ്രീരംഗത്തിൽ രംഗനാഥസ്വാമിക്ക് പ്രസാദമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഭക്ത കവയിത്രിയായ നാച്ചിയാരുമായിട്ടാണ് ഈ പായസത്തിന് കൂടുതൽ ബന്ധം എന്നാണ് പറയുന്നത്. പെരുമാളിന് വേണ്ടിയിട്ട് വിഷ്ണു ഭഗവാനോടുള്ള ഭക്തിയും സ്നേഹവും മൂത്തിട്ട് 100 പാത്രങ്ങളിൽ ഈ അക്കാര വടിസിൽ നേദിക്കാമെന്ന് വഴിപാട് നേർന്നു. പിന്നീട് രാമാനുജൻ്റെ കാലത്താണ് ആ വഴിപാട് പൂർത്തീകരിച്ചതെന്നൊക്കെ കഥ ഉണ്ട് കേട്ടോ. ഇതിനെപ്പറ്റി നല്ല കീർത്തനങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മളുടെ അക്കാര വടിസലിലേക്ക് നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ക്രീമി ടെക്സ്ചറായിരിക്കണം. എത്ര നമുക്കത് കുഴഞ്ഞ് കിട്ടണോ ഇതുപോലെ ക്രീമി ആയിരിക്കണം. വായിലിങ്ങനെ ഇട്ടപ്പോൾ അലിഞ്ഞു പോകണം. നിങ്ങളിത് കഴിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കില്ലല്ലോ. അപ്പോൾ അത്രയും മധുരമുള്ള നല്ലൊരു പായസമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെഡിയാക്കണത്. നോക്കൂ, നല്ല ക്രീമി ടെക്സ്ചറാണിത്. ഇതിങ്ങനെ ഒരു സ്പൂണിട്ട് ഇങ്ങനെ വായിലിട്ട് അങ്ങനെ അലിഞ്ഞു പോകും. ഇപ്പം ഞാനൊരു വലിയ സ്പൂൺ നെയ്യാണ് കേട്ടോ ആദ്യം ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് വറുത്തിടുമ്പോൾ ഒരു 2 വലിയ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ വറുത്തിടാൻ വേണ്ടി നമുക്ക് ഉണക്കമുന്തിരി, പിന്നെ നമ്മളുടെ കശുവണ്ടിയും, പിന്നെ ഇതിലേക്ക് നമ്മൾ പ്രസാദത്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഒരു നുള്ള് പച്ചക്കർപ്പൂരം ഇട്ട് കൊടുക്കണം, കുങ്കുമപ്പൂ ഇട്ട് കൊടുക്കണം. ഇന്ന് ഞാൻ അതൊന്നും ഇടണില്ല കേട്ടോ. പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ചിലവരിടും, ഞാനിന്ന് ഉപ്പും ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മളുടെ നല്ലോണം 2 വലിയ സ്പൂൺ നെയ്യിലേക്കാണ് നമ്മളുടെ കശുവണ്ടിയും ഉണക്കമുന്തിരിയും ബദാമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടോളൂ, അതൊക്കെ കൂടി വറുത്ത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ
ഞാൻ പറയുന്നില്ല, ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾ ഇനി കമൻറ്റ് ചെയ്യണം. ഇത്ര ടേസ്റ്റുള്ള ഈ പായസം മിസ് ചെയ്തേ. നമ്മുടെ വീട്ടിൽ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നല്ല ഇഷ്ടം. അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അക്കാര വടിസൽ ഇതൊരു ബ്രാഹ്മിൻ ഡിഷാണ് കേട്ടോ. അപ്പോൾ ഇത് പൂജകളിലേക്ക് നമ്മൾക്ക് വിഷ്ണു ഭഗവാന്റെ ജന്മാഷ്ടമി അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ഈ പായസം ഉണ്ടാക്കാറുണ്ട്. മാർഗഴി മാസത്തിലാണ് ഈ പായസം കൂടുതലായിട്ട് നീതിക്കുക. ഇതുണ്ടോ, ഈ ക്രീമി ടെക്സ്ചർ വേണം കിട്ടാൻ. ഇങ്ങനെ വായിലിടുമ്പോൾ ഇങ്ങനെ അലിഞ്ഞു പോകണം. അങ്ങനെ നമ്മുടെ അക്കാര വടിസൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ.